ആൽഫ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ടെൻഡർ കോക്കനട്ട് കേക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ കേക്കാണ് ഞാനിത്. നല്ല ടേസ്റ്റാണ് ഈ കേക്ക് കഴിക്കാനായിട്ട്, സൂപ്പർ ടേസ്റ്റാണ്. എനിക്ക് കേക്കുകളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കേക്ക് ഈ കേക്കാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. മൈദ 1 കപ്പ്, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ഉപ്പ് 1 നുള്ള്. ഇത്രയും സാധനങ്ങൾ കൂടി നല്ലവണ്ണം ഒരു 3 പ്രാവശ്യമെങ്കിലും അരിച്ച് എടുക്കണം. അത് അരിച്ച് മാറ്റി വെച്ചു. ഇനി 3 മുട്ട, വെള്ള മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂണ് കോക്കനട്ടിൻ്റെ എസൻസ് ഒഴിച്ചു കൊടുക്കുക. മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ച് മാറ്റി വയ്ക്കണം. ഇനി മുട്ട ബീറ്റ് ചെയ്ത് തുടങ്ങാം. നല്ലവണ്ണം മുട്ട ബീറ്റ് ചെയ്ത് എടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ കേക്ക് കഴിക്കാനായിട്ട്. കേക്കുകളുടെ രാജാവ് എന്നാണ് ടെൻഡർ കോക്കനട്ട് കേക്കിനെ പറയാറുള്ളത്. മുട്ട നല്ലവണ്ണം ബീറ്റായി. ഇനി ഇതിലേക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെ ഇട്ട് കൊടുക്കണം. എന്നും പറയാറുള്ളത് പോലെ ഒരുമിച്ച് പഞ്ചസാര ഇടരുത്, കുറേശ്ശെ ഇട്ട് നല്ലവണ്ണം നല്ലവണ്ണം ബീറ്റ് ചെയ്തു. ഇനി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. പൊടികൾ കുറേശ്ശെ ഇട്ട് കൊടുത്ത് വേണം മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടി. മിക്സിങ് എല്ലാമായി. ഇനി കേക്ക് ഡിഷിലേക്ക് ഒഴിച്ചു കൊടുത്ത് ബേക്ക് ചെയ്ത് എടുക്കാം. നിങ്ങൾക്ക് അവനിൽ വെച്ച് ബേക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ സ്റ്റൗവിൽ വെച്ച് ആണെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. 45 മിനിറ്റ് ആണ് ബേക്ക് ചെയ്യാൻ വെച്ചിരുന്നത്. കേക്ക് റെഡിയായി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി ഇത് കരിക്കിൻ്റെ അകത്തുള്ള കാമ്പാണ്. അതിലേക്ക് ഒരു സ്പൂണ് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്ത് മിക്സിക്കകത്ത് വെച്ച് ക്രഷ് ചെയ്തൊന്നെടുത്തു. അത് ഞാൻ കാണിച്ചിട്ടില്ല. കേക്കിൻ്റെ ആദ്യത്തെ ലെയർ വെച്ചു. ഇത് ഞാൻ 2 ലെയറായിട്ടാണ് ഈ കേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് കരിക്കിൻ്റെ വെള്ളമാണിത്. അതിലേക്ക് സ്വല്പം പഞ്ചസാര ആവശ്യമെങ്കിൽ ചേർത്താൽ മതി. പഞ്ചസാര ഇല്ലെങ്കിലും കുഴപ്പമില്ല. നല്ല മധുരമുള്ള
കരിക്കും വെള്ളമായിരുന്നു. ഇനി വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ക്രഷ് ചെയ്ത് ഒന്ന് മിക്സിക്കകത്തിട്ട് ഒന്ന് അടിച്ചതേ ഉള്ളൂ ആ കരിക്കും മിൽക്ക് മെയ്ഡും കൂടെ 1 ടീസ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്താണ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ 2 ലെയറായിട്ടാണ് ഈ കേക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിറച്ച കരിക്ക് അതിൻ്റെ കാമ്പ് ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയറും വെച്ച് കേക്ക് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനി കേക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം. കോക്കനട്ട് കേക്ക് ആയതുകൊണ്ട് ഒരു പച്ച കളറാണ്, ഒരു ഒലിവ് ഗ്രീൻ കളറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇഷ്ടമുള്ള ഡിസൈൻ കൊടുത്ത് നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. കമൻസ് ഇടണം. കേക്ക് റെഡിയായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഈ കേക്ക് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് തന്നെയല്ല, വലിയവർക്കും ഈ കേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റുള്ള സൂപ്പർ കേക്കാണിത്. ടെൻഡർ കോക്കനട്ട് കേക്ക്. ഞാൻ വെറുതെ പറയുന്നതല്ല, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.